ഇന്ന് 75 ഹാർഡിൻ്റെ 37-ാം ദിവസം. പതിവ് പോലെ പാർക്കിലെ വർക്കൗട്ടും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത്. റോഡിൽ വല്ലാതെ അവശനായിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ പാവം തോന്നിയിട്ട് ഞാൻ സാധാരണ ബാഗിൽ എപ്പോഴും കുറച്ച് ഡോഗ് ഫുഡ് കരുതാറുണ്ട്. അങ്ങനെ അവനെ ഞാൻ ജസ്റ്റ് കുറച്ച് ഡോഗ് ഫുഡ് എടുത്ത് കൊടുത്തു. ആദ്യം ഒന്ന് കഴിക്കാൻ മടിച്ചു, പിന്നെ അവൻ കഴിച്ചെന്ന് തോന്നുന്നു. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പട്ടികളോട് ഭയങ്കരമായിട്ട് വിദ്വേഷം കൂടി വരുന്നതായിട്ട് കാണും. പട്ടികളെ കൂട്ടത്തോടെ കൊല ചെയ്യുന്നു, കുഴിച്ചു മൂടുന്ന പോസ്റ്റ് കണ്ടിട്ട് ആഘോഷിക്കുന്ന വേറെ കുറേ ആൾക്കാർ. അല്ല, എനിക്ക് പലതും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഈ ആഘോഷിക്കുന്ന ആൾക്കാരൊക്കെ എന്തുകൊണ്ട് ഈ ഗവൺമെന്റിനെ കൊണ്ട് പട്ടികളെ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എടുത്ത് അഡോപ്ഷൻ കൊടുക്കാനോ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ലല്ലോ. അതല്ലേ എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വഴി. പിന്നെ ഇപ്പോഴത്തെ മീഡിയ പല വീഡിയോകൾ വിട്ടിട്ട് അതിനെ വളച്ചൊടിച്ച് പട്ടികൾ അക്രമകാരികളാണ്, പട്ടികൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്നെയും പട്ടി ഓടിച്ചിട്ടുണ്ട്. നമ്മളെ ഒട്ടുമിക്കവരെയും പട്ടികൾ ഓടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ കടിക്കുന്നത് ഭയങ്കര കുറവാണ്. പട്ടികളുടെ ഒരു ബേസിക് ടെൻഡൻസിയാണ് അത്. ചുമ്മാ നമ്മുടെ പുറകെ ഓടുക, കുറച്ച് പട്ടികൾ കടിക്കുന്നുണ്ട് എന്നും പറഞ്ഞൊരു കൂട്ടത്തോടെ ഉള്ള പട്ടികളെ എല്ലാം കൂടെ കൊന്ന് നശിപ്പിക്കുക എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്നും നമ്മുടെ നാട്ടിലെ പല പ്രശ്നങ്ങൾക്കും കാരണം ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ പണിയെടുക്കാത്തതുകൊണ്ട് തന്നെ. 75 ഹാർഡ് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം കൂടിയാണ്. നിങ്ങളുടെ വീട്ടിലൊരു നായയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ എന്തെങ്കിലും ഒരു പെറ്റോ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അധികാരികളൊക്കെ പണിയെടുക്കട്ടെ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്ന പ്രതീക്ഷയോടെ നമ്മളെ ഡേ 37 കംപ്ലീറ്റ്.